ഒരാൾ വയ്യാതെ കിടക്കുമ്പോൾ അയാളെ കളിയാക്കരുതെന്നാണ് നമ്മൾ പൊതുവെ കാണിക്കാറുള്ളൊരു മര്യാദ. പക്ഷേ കാണാത്ത കാര്യം ഉള്ളതാണെന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതെ, ആരോഗ്യമന്ത്രി വീണ ജോർജിനുണ്ടായെന്ന് പറയപ്പെടുന്ന പരിക്കിനെ പറ്റി തന്നെയാണ് ഈ വാർത്ത. കാണാത്തതൊന്നും നീ വിശ്വസിക്കില്ലേടാ എന്നേതെങ്കിലും സൈബർ സഖാക്കൾ ചോദിച്ചാൽ ഈ കാലത്ത് പ്രത്യേകിച്ചും എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ നാലു പാടു നിന്നും ക്യാമറ കണ്ണുകൾ ദൃശ്യങ്ങൾ പകർത്തുന്ന ഈ കാലത്ത് ആരുടെയും കണ്ണിൽപ്പെടാത്ത ക്യാമറയിൽപ്പെടാത്ത ഒരു ആരോപണം വിശ്വസിക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. അതെല്ലാം പോട്ടെ, വേണമെങ്കിൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാം. എന്നാലും റെയിൽവേയുടെ സ്വന്തം CCTVയിലെങ്കിലും ഏതെങ്കിലും ഒരു KSU പ്രവർത്തകൻ മന്ത്രി ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കിട്ടേണ്ടേ? അതുമില്ലെന്നേ. റെയിൽവേ പോലീസ് CCTV ദൃശ്യങ്ങളും മറ്റു വീഡിയോ ദൃശ്യങ്ങളും പരിശോധിച്ചെങ്കിലും KSU പ്രവർത്തകർ മന്ത്രി ആക്രമിച്ചതായി കാണാൻ കഴിഞ്ഞിട്ടേയില്ല. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ KSU പ്രവർത്തകർ ആക്രമിക്കുന്ന വീഡിയോ ദൃശ്യം വ്യക്തമായില്ലെന്ന് റെയിൽവേ സുരക്ഷാ സേന അഥവാ RPF തന്നെ പറയുകയാണ്. സംഭവത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മന്ത്രി ആക്രമിക്കുന്ന ദൃശ്യങ്ങളില്ലെന്ന് കണ്ടെത്തിയത്. അതേസമയം ഇടതുപക്ഷ സൈബർ പേജുകളിൽ ഒരു വീഡിയോ കിടന്ന് കറങ്ങുന്നുണ്ട്. അതിൽ സൂം ചെയ്ത് കാണിക്കുന്ന ഭാഗത്ത് ഒരു കരിങ്കൊടി മന്ത്രി വീണ ജോർജിന് അരികിലായി കാണാം. അതാണ് ആകെ കാണിക്കാനുള്ള ഒരു തെളിവ്. എന്നാൽ അവിടെയും ഏതെങ്കിലും KSU പ്രവർത്തകനെ കാണാനില്ല. കരിങ്കൊടി എടുത്തെറിഞ്ഞാലും ഇതേപോലെ തന്നെ ദൃശ്യമാകാം. പക്ഷേ അടുത്താക്രമിക്കാൻ വന്ന ആളെവിടെ എന്നതാണ് ചോദ്യം. അതിനാൽ എങ്ങനെയാണ് മന്ത്രിക്ക് പരിക്കേറ്റതെന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. പിന്നെ ഇതാരടാ വീണ ജോർജിനെ ആക്രമിച്ചവൻ? MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ പോലെ പിന്നെ മിനിസ്റ്ററുടെ കൈയും കഴുത്തും പിടിച്ച് തിരിച്ചവൻ ആരടാ? അദൃശ്യ മനുഷ്യനോ? ആക്രമണത്തിൽ കൈയിൽ ചെറിയ ഒരു മുറിവ് പോലെ സംഭവിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിലൊക്കെ വരുന്ന ഈ പരു എന്നൊക്കെ നാട്ടുഭാഷയിൽ പറയുന്ന ഒരു അടയാളം, അത് കഴിഞ്ഞ ദിവസങ്ങളിലും മന്ത്രിയുടെ കയ്യിൽ കാണപ്പെട്ടതായും പല ഫോട്ടോകളിലും ദൃശ്യങ്ങളിലും നമുക്ക് കാണാനും സാധിക്കും. എന്തായാലും KSU പ്രതിഷേധത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കഴുത്തിന് ക്ഷതമേറ്റുവെന്ന് ഡോക്ടർമാരുടെ സംഘം പറയുന്നുണ്ട്. MRIയിലും കഴുത്തിൽ ക്ഷതം സംഭവിച്ചതായാണ് റിപ്പോർട്ട്. മന്ത്രി നിലവിൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ICUവിൽ തുടരുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, ഒരു പക്ഷേ പരിക്ക് സംഭവിച്ചു എന്നുള്ള കാര്യം സത്യം തന്നെയാകാം. പെട്ടെന്നൊരു പ്രതിഷേധം ഉണ്ടാകുമ്പോഴോ ഒരു ജനക്കൂട്ടം ഇരച്ചു കയറി വരുമ്പോൾ പോലീസുകാർ ചുറ്റും സംരക്ഷണ വലയം തീർക്കുമ്പോഴോ ഒക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഉന്തും തള്ളിലോ അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സിലോ ഒക്കെ കഴുത്ത് വെട്ടിച്ചോ അല്ലെങ്കിൽ പോലീസുകാർ തന്നെ അറിയാതെ തട്ടിയോ തള്ളിയോ ഒക്കെ കഴുത്തിന് ഉളുക്കോ ക്ഷതമോ ഒക്കെ സംഭവിച്ചു കാണാം. അല്ലെങ്കിൽ കഴുത്തിൽ തട്ടിയത് സ്വന്തം ഗൺമാന്റെ കൈ തന്നെയുമാകാം. പക്ഷെ അതെല്ലാം പ്രതിഷേധിക്കാൻ വന്ന KSU പ്രവർത്തകർ തന്നെ പിടലിക്ക് കൊണ്ടിടണം എന്നുള്ള പിടിവാശിയിലാണ് പ്രധാന പ്രശ്നം. നിലവിൽ മന്ത്രി മെഡിക്കൽ കോളേജുകളെ വിശ്വസിച്ച് കത്രിക വെച്ച് തുന്നിക്കെട്ടിവിടുന്ന അതേ മെഡിക്കൽ കോളേജുകളിലൊന്നിൽ സധൈര്യം അഡ്മിറ്റാകാൻ കാണിച്ച ആ മാതൃകയും ആ ധൈര്യവുമൊക്കെ അഭിനന്ദനാർഹമാണ്. വേറെ എവിടെയെങ്കിലും പോയി അഡ്മിറ്റായാൽ ഇപ്പോൾ ജനങ്ങൾ ഒരു പക്ഷേ ചോദ്യവുമായി മുന്നിൽ വന്നേനെ. ആദ്യം കണ്ണൂർ ജില്ലാ ആശുപത്രിയിലായിരുന്നു മന്ത്രിയെ പ്രവേശിപ്പിച്ചത്. 5.5 മണിക്കൂർ ജില്ലാ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞ മന്ത്രിയെ രാത്രി കൂടുതൽ പരിശോധനകൾക്കായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. മറുവശത്ത് കേസിൽ അറസ്റ്റിലായ 5 KSU പ്രവർത്തകരെ റിമാൻഡ് ചെയ്തു. വധശ്രമമടക്കമുള്ള ഗുരുതര കുറ്റങ്ങളാണ് പോലീസ് FIRൽ ചുമത്തിയിരിക്കുന്നത്. കരിങ്കൊടി കാണിച്ചും മന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചും കൊല്ലട എന്ന് ആക്രോശിച്ചും എന്തോ ആയുധം ഉപയോഗിച്ച് 5 KSU പ്രവർത്തകർ ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെ ചാടി വീണ് കഴുത്തിന് ആക്രമിച്ചതായാണ് FIRൽ പറയുന്നത്. മന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരൻ കൊല്ലം കൊട്ടാരക്കര താമരക്കാടി അനീഷ് ഭവനിൽ MS അഭിലാഷിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെത്തി മന്ത്രി വീണ ജോർജിനെ സന്ദർശിച്ചിരുന്നു. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ജയരാജനും ആശുപത്രിയിലെത്തി മന്ത്രിയെ കണ്ടു. മന്ത്രിയുടെ വലത്തെ കഴുത്തിനാണ് ക്ഷതമേറ്റത്. വലത്തോട്ടോ ഇടത്തോട്ടോ അനക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇതിന്റെ വേദന മുഴുവൻ ശരീരത്തിലേക്കും ബാധിച്ചിട്ടുണ്ട്. ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ്. മെഡിക്കൽ ബോർഡ് യോഗത്തിന് ശേഷം മന്ത്രിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങുമെന്നാണ് ജയരാജൻ പ്രതികരിച്ചത്. സംഭവത്തിന് പിന്നാലെ കണ്ണൂരിൽ വ്യാപക അക്രമമാണ് അരങ്ങേറുന്നത്. തലശ്ശേരി കൊളശ്ശേരിയിലെ കോൺഗ്രസിന്റെ പ്രിയദർശിനി ഓഫീസിന് മുൻപിൽ റീത്ത് വെച്ചിട്ടുണ്ട്. കൊടിമരത്തിന് താഴെയും ഓഫീസിന് മുൻപിലുമാണ് റീത്തുകൾ വെച്ചിരിക്കുന്നത്. കൊടിയേരിയിൽ പാറാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് കഴിഞ്ഞ ദിവസം തീയിട്ട് നശിപ്പിച്ചിരുന്നു. സംഘർഷം വ്യാപിപ്പിക്കാതിരിക്കാൻ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതായി പോലീസും പറയുന്നു. വൻ പോലീസ് സന്നാഹം കണ്ണൂർ DCC ഓഫീസിന് മുൻപിലും CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുൻപിലുമുണ്ട്. ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അക്രമം നടക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടാണ് പോലീസ് ഈ മുൻകരുതലുകൾ സ്വീകരിച്ചിരിക്കുന്നത്. ബുധനാഴ്ച വൈകുന്നേരം 3:15 റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് കൗണ്ടറിന് സമീപം വെച്ചാണ് പ്രതിഷേധവും അക്രമവും അരങ്ങേറിയത്. KSU ജില്ലാ പ്രസിഡന്റ് അതുൽ MC യുടെ നേതൃത്വത്തിലുള്ള 3 അംഗ സംഘമാണ് കരിങ്കൊടിയുമായി പ്രതിഷേധിച്ചത്.
രാവിലെ കല്യാടുള്ള ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെയും ഉച്ചയ്ക്ക് പെരിങ്ങോം താലൂക്ക് ആശുപത്രിയുടെയും ഉദ്ഘാടന ചടങ്ങുകൾ കഴിഞ്ഞാണ് മന്ത്രി വന്ദേ ഭാരതിൽ തിരികെ പോകാനായി റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. ഈ സമയത്തായിരുന്നു KSUവിന്റെ കരിങ്കൊടി പ്രതിഷേധം. ഒന്നാം പ്ലാറ്റ്ഫോമിന് സമീപമാണ് മന്ത്രിക്ക് നേരെ പ്രതിഷേധമുണ്ടായത്. 5ഓളം പ്രവർത്തകരാണ് മന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചത്. ഇവരെ പോലീസ് തടയാൻ ശ്രമിക്കുന്നതിനിടെ ഉന്തും തള്ളുമുണ്ടായി. ഇതിനിടെ മന്ത്രി പ്രതിഷേധക്കാരോടും പോലീസിനോടും കയർക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്താ എനിക്ക് നടക്കാൻ പറ്റില്ലേ, ഭീരുക്കൾ അവരോട് ഒന്നുകൂടി വരാൻ പറയൂവെന്ന് മന്ത്രി പറയുന്നതും ചില ദൃശ്യങ്ങളിൽ വ്യക്തമായി കേൾക്കാൻ സാധിക്കുമായിരുന്നു. പ്രതിഷേധത്തിന് ശേഷം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് നീക്കി. ഇത് കഴിഞ്ഞ് ലിഫ്റ്റ് കയറിയാണ് മന്ത്രി 3ആം പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയത്. അവിടെ ഉണ്ടായിരുന്ന സ്പീക്കറിനോട് സംസാരിക്കുമ്പോഴാണ് തന്റെ കഴുത്തിന് വേദനയുണ്ടെന്ന് മന്ത്രി അദ്ദേഹത്തിനോട് പറയുന്നത്. സംഭവം എന്തായാലും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. ഭീകരമായ പ്രവൃത്തിയെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഭവത്തെപ്പറ്റി പറഞ്ഞത്. മന്ത്രിയെ കൊല്ലാനുള്ള നീക്കമാണ് നടന്നതെന്നതായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ആരോപണം. VD സതീശന്റെ ആഹ്വാനപ്രകാരമാണ് അക്രമം നടത്തിയതെന്നാണ് മറ്റ് CPM നേതാക്കളുടെയും പൊതുവെയുള്ള ആരോപണം. അതേസമയം വീണ ജോർജ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആക്രമിക്കപ്പെട്ടുവെന്നത് വെറും അഭിനയം മാത്രമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് സതീശൻ പറയുന്നത്. KSU പ്രവർത്തകർ മന്ത്രിയുടെ സമീപത്ത് പോലും എത്തിയിട്ടില്ലെന്നതാണ് സതീശന്റെ വാദം. മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരനും രൂക്ഷമായ ഭാഷയിലാണ് സംഭവത്തോട് പ്രതികരിച്ചത്. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ചിരിച്ചയാൾക്ക് 3ആമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോൾ എങ്ങനെയാണ് കഴുത്തിന് പരിക്ക് പറ്റിയതെന്നും ഷംസീറിനോട് കാര്യം പറഞ്ഞ് മുഖ്യമന്ത്രിയെ വിളിക്കുന്നതോടെയാണ് പെട്ടെന്ന് കഴുത്ത് വേദന വന്നതെന്നും മുരളീധരൻ ചോദിക്കുന്നുണ്ട്. പരിക്ക് പറ്റിയ സംഭവത്തിൽ മന്ത്രിക്ക് മികച്ച അഭിനയത്തിനുള്ള അവാർഡ് നൽകണമെന്നും മുരളീധരൻ പരിഹസിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലടക്കം മന്ത്രി മികച്ച നടിയാണ് എന്ന് പരിഹസിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടിരുന്നു. അതിനിടയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ ആക്രമണത്തിൽ കുഴിമന്തി ചലഞ്ചുമായി KSU മട്ടന്നൂർ ബ്ലോക്ക് കമ്മിറ്റി രംഗത്തെത്തിയിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കണ്ണൂരിൽ വെച്ച് KSU പ്രവർത്തകർ ആക്രമിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഹാജരാക്കുന്നവർക്ക് കുഴിമന്തി നൽകുന്ന ചലഞ്ചാണ് KSU മട്ടന്നൂർ ബ്ലോക്ക് കമ്മിറ്റി നടത്തുന്നത്. അതേസമയം ദൃശ്യങ്ങൾ ഹാജരാക്കുന്നവർക്ക് 1 പവൻ സ്വർണ്ണമാണ് യൂത്ത് കോൺഗ്രസ് പാരിതോഷികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടേതാണ് ഈ പ്രഖ്യാപനം. ഇത്തരത്തിൽ വ്യത്യസ്തമായ ചില ചടങ്ങുകളും ചില ചലഞ്ചുകളും ഒക്കെ അതിനിടയിലൂടെ നടക്കുന്നുണ്ട്. എന്തായാലും ഈ സംഭവ വികാസങ്ങൾ പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിലൊന്നും ഈ വിവാദം കെട്ടടങ്ങുന്ന ലക്ഷണവും എന്തായാലും കാണുന്നില്ല. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.